നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒപ്പം താമസിച്ചിരുന്ന ആളെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 46-കാരിക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും. ആലപ്പുഴ സ്വദേശിനി ഇന്ദിരാമ്മയ്ക്കാണ് ഒറ്റപ്പാലം അഡീഷണൽ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത്. ബൈക്ക് യാത്രികനെ കാർ കൊണ്ടിടിച്ച് 6 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ പ്രതികളെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. മുഖ്യ സൂത്രധാരനടക്കം 6 പ്രതികളാണ് പിടിയിലായത്. അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച മലപ്പുറം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. അങ്ങാടിപ്പുറം, നിലമ്പൂർ, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കുക. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം. ദേശങ്ങളിലെ പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 24-നാണ് പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം. ഭക്തി നിർഭരമായി കാട്ടുകുളം പരിയാനംപറ്റ ക്ഷേത്രത്തിലെ വലിയാറാട്ട്. പ്രസിദ്ധമായ പൂരം ചൊവ്വാഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. 5 വർഷമായി ഒപ്പം കഴിഞ്ഞിരുന്ന ആളെ കൊപ്പത്ത് റബ്ബർ തോട്ടത്തിൽ വെച്ച് കുത്തിക്കൊന്ന കേസിൽ 46-കാരിക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും. ആലപ്പുഴ വെള്ളക്കര കൃഷ്ണവിലാസത്തിൽ ഇന്ദിരാമ്മയാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പത്തനംതിട്ട വെച്ചൂച്ചിറ കുമ്പളാണിക്കൽ ഡൊമിനിക് എന്ന കുഞ്ഞുമോനെ കുത്തിക്കൊന്ന കേസിലാണ് വിധി. ജീവപര്യന്തം കഠിന തടവിനും 10,000 രൂപ പിഴയുമാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി CG ഘോഷ ഇന്ദിരാമ്മയ്ക്ക് വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടിയും കഠിന തടവ് അനുഭവിക്കണം. 2018 നവംബർ 13-ന് കൊപ്പം നെടുമ്പറക്കോട് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ദമ്പതിമാരെന്ന വ്യാജേന പേരുമാറ്റി സ്വകാര്യ റബ്ബർ തോട്ടത്തിലെ തൊഴിലാളികളായി താമസിക്കുന്നതിനിടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിവാഹിതനായ ഡൊമിനിക് കുടുംബത്തോടടുക്കുന്നതും പണം അയച്ചു കൊടുക്കുന്നതും ഇന്ദിരാമ്മയ്ക്ക് ഇഷ്ടപ്പെടാഞ്ഞതാണ് കൊലപാതകത്തിന് കാരണം. കുഞ്ഞുമോൻ മകളുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ഫോൺ ചെയ്യുന്നതിനിടെ കുഞ്ഞുമോൻ കത്തി താഴെ വെച്ചിരിക്കുകയായിരുന്നു. ഇതെടുത്താണ് ഇന്ദിരാമ്മ കുത്തിയത്. തെളിവുകളുടെ അഭാവത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരുന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത് കൊലപാതകമെന്ന് തിരിച്ചറിഞ്ഞത്. സംഭവം ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നും വീഴ്ചയ്ക്കിടെ അബദ്ധത്തിൽ സംഭവിച്ചതല്ലെന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിന്നീട് പുനരന്വേഷണം നടത്തിയാണ് ഇന്ദിരാമ്മയെ അറസ്റ്റ് ചെയ്തത്. കേസിൽ 21 സാക്ഷികളെ വിസ്തരിക്കുകയും 33 രേഖകളും തെളിവായി. ആയുധവും കണ്ടെത്തി. അന്നത്തെ കൊപ്പം SI MB രാജേഷും ഷൊർണൂർ DYSP V സുരേഷുമാണ് കേസന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് PM ജയ ഹാജരായി. റബ്ബർ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുമോൻ അവരുടെ കൂടെ ഭാര്യ എന്ന വ്യാജേന താമസിച്ചിരുന്ന മോളി എന്ന ഇന്ദിരാമ്മ റബ്ബർ ടാപ്പിംഗ് കത്തി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ കേസിൽ 21 സാക്ഷികളെയും വിസ്തരിക്കുകയും 31 രേഖകളും ഉണ്ടായിരുന്നു. കൂടാതെ ആയുധങ്ങളും മാർക്ക് ചെയ്തിരുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതിയെ ശിക്ഷിച്ച ഒരു കേസാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനമായ സാക്ഷി ആദ്യം കൊലപാതകം നടന്നതിന് ശേഷം അതൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അതൊരു സ്വാഭാവിക മരണമായി വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി കൊലപാതകമാണെന്നും അതൊരു സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറി ആവില്ല എന്നതും ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഡോക്ടർ കോടതിയിൽ ആ മൊഴിയുമാണ് ഈ കേസിൽ സുപ്രധാനമായി. മറ്റൊന്ന്, അവരെ ഒരുമിച്ച് ആ റബ്ബർ എസ്റ്റേറ്റിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കണ്ട സാക്ഷികളുമുണ്ട്. ആദ്യം കുറ്റപത്രം കൊടുത്തത് കൊപ്പം SI MB രാജേഷ് അന്വേഷണം പൂർത്തിയാക്കി കൊടുത്ത കേസിൽ പുനരന്വേഷണം ഓർഡറാക്കി അതിനുശേഷം ഷൊർണൂർ DYSP സുരേഷ് ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത കേസാണ്. എന്തായാലും ഈ കേസിൽ വിചാരണകൾക്കൊടുവിൽ പ്രതി കുറ്റക്കാരാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. ബൈക്ക് യാത്രികനെ കാർ കൊണ്ടിടിച്ചിട്ട് 6 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ 6 പ്രതികളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കവർച്ചയുടെ മുഖ്യ സൂത്രധാരനടക്കമുള്ള പ്രതികളാണ് അറസ്റ്റിലായത്. ആനമങ്ങാട് സ്വദേശിയായ ബൈക്ക് യാത്രികനെ കാർ കൊണ്ടിടിച്ചിടുകയും ബൈക്കിലുണ്ടായിരുന്ന 6 ലക്ഷം രൂപ കവർച്ച നടത്തുകയും ചെയ്ത കേസിലാണ് 6 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ DYSP KK സജീവ്, സർക്കിൾ ഇൻസ്പെക്ടർ MS രാജീവ്, സബ് ഇൻസ്പെക്ടർ ഷിജോ C തങ്കച്ചൻ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരനും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ചെറുപ്പശ്ശേരി നെല്ലായ സ്വദേശി അമീർ, പെരിന്തൽമണ്ണ ഒലിങ്കര സ്വദേശി ഫസൽ,
കോട്ടയം വാകത്താനം സ്വദേശി ജോസഫ്, തൂത സ്വദേശി അമൽ, കട്ടുപാറ സ്വദേശി മുഹമ്മദ് നിസാർ, ചെറുകര പെരുമ്പറ സ്വദേശി വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആനമങ്ങാട്ടെ വീട്ടിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് ബൈക്ക് ഓടിച്ചു പോവുകയായിരുന്ന യുവാവിനെ കാറിൽ പിന്തുടർന്ന സംഘം അതിവേഗത്തിൽ കാറോടിച്ച് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. യുവാവിനെ മർദ്ദിച്ച ശേഷം ബൈക്ക് എടുത്തുകൊണ്ടുപോയി. ബൈക്കിലുണ്ടായിരുന്ന 6 ലക്ഷം രൂപ കവർച്ച ചെയ്ത ശേഷം ബൈക്ക് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കയ്യിലും കാലിനും മാരകമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 13-നാണ് ഈ സംഭവം ഉണ്ടായത്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ അമീർ യുവാവ് പോകുന്ന വഴിയും ബൈക്കിന്റെ നമ്പറും സംഘത്തിലെ മറ്റുള്ളവർക്ക് കൈമാറുകയും കാറിലുണ്ടായിരുന്ന മറ്റു പ്രതികൾ യുവാവിന്റെ ബൈക്കിനു പിറകെ ഓടിച്ചുവന്ന് ആലുംകൂട്ടത്തിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് കാർ ബൈക്കിലിടിപ്പിക്കുകയായിരുന്നു. യുവാവ് തെറിച്ചു വീണ സമയം കാറിൽ നിന്നിറങ്ങിയ മുഖം മറച്ച 2 പേർ പരാതിക്കാരന്റെ ബൈക്കെടുത്ത് കടന്നുകളയുകയായിരുന്നു. പിറകെ കാറും അതിവേഗതയിൽ ഓടിച്ചുപോയി. സംഭവത്തിനു ശേഷം കോഴിക്കോട് ഭാഗത്തേക്കാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. അവിടെ താമസിച്ച് കവർച്ച നടത്തി കിട്ടിയ പണം വീതിച്ചെടുത്ത ശേഷം പ്രതികൾ നാട്ടിലെത്തി. അമീറിന്റെയും ഫസലിന്റെയും പേരിൽ വധശ്രമ കേസും അടിപിടി കേസുകളും നിലവിലുണ്ട്. അമീറിന്റെ പേരിൽ പെരിന്തൽമണ്ണയിൽ അറസ്റ്റ് വാറന്റ് നിലവിലുണ്ട്. അമലിന്റെ പേരിൽ പെരിന്തൽമണ്ണയിൽ മോഷണ കേസും നിസാറിന്റെ പേരിൽ കൊളത്തൂരിൽ പോക്സോ കേസും നിലവിലുണ്ട്. അമീറിനെ ചെറുപ്പശ്ശേരി നെല്ലായിലെ വീട്ടിൽ നിന്നും മറ്റു പ്രതികളെ പെരിന്തൽമണ്ണ, ഒലിങ്കര, തൂത എന്നിവിടങ്ങളിൽ നിന്നുമാണ് പോലീസ് സംഘം പിടികൂടിയത്. പഴുതടച്ച അന്വേഷണത്തിലൂടെ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 6 പ്രതികളെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിച്ചു. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ചതിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ നവീകരിച്ച കുറ്റിപ്പുറം, നിലമ്പൂർ സ്റ്റേഷനുകളും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും. അമൃത് ഭാരത് പദ്ധതിയിൽ റെയിൽവേ പാലക്കാട് ഡിവിഷന് കീഴിലെ 17 സ്റ്റേഷനുകളാണ് നവീകരിച്ചത്. ഇതിൽ ആദ്യഘട്ട വികസനം പൂർത്തിയാക്കിയ 9 സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം 26-ന് നടക്കും. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം, നിലമ്പൂർ, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുകൾ ഫെബ്രുവരി 26-ന് ഉച്ചയ്ക്ക് 12:30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ അധികൃതർ അറിയിച്ചു. ഉദ്ഘാടന സമയത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കും. ഉദ്ഘാടനം അടുത്തതോടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കൂരകളുടെ നിർമ്മാണം, പ്രധാന കെട്ടിടത്തിന്റെ പൂമുഖ മണ്ഡപം പൊളിച്ചു നീക്കിയ ഭാഗത്ത് കൂടുതൽ വലിപ്പത്തിൽ പൂമുഖ മണ്ഡപത്തിന്റെ നിർമ്മാണം, ആധുനിക രീതിയിൽ പുതിയ വിശ്രമ കേന്ദ്രം, ഇരിപ്പിടങ്ങളുടെ നവീകരണം, ശുചിമുറികളുടെ നിർമ്മാണം, റെയിൽവേ സ്റ്റേഷനിലേക്ക് 3.5 മീറ്റർ വീതിയുള്ള റോഡ് 8 മീറ്റർ വീതി കൂട്ടി നിർമ്മിക്കുന്ന പ്രവൃത്തി, പാർക്കിംഗ് ഏരിയ വിപുലീകരണം, സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവൃത്തികളാണ് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ നടന്നുവരുന്നത്. മംഗലാംകുന്ന് കാട്ടുകുളം ഭഗവതി ക്ഷേത്രത്തിലെ വലിയാറാട്ട് ഭക്തി നിർഭരമായി. വൈകിട്ട് കുതിര, കാള, തേരുവരവ് നടന്നു. കല്ലുവഴി രാധാകൃഷ്ണനും സംഘവും നയിച്ച മേളവും ക്ഷേത്രനടയിൽ ഉണ്ടായി. ചൊവ്വാഴ്ച പൂരം ആഘോഷിക്കും. രാവിലെ കാഴ്ചശ്രീവേലി, വൈകിട്ട് 5-ന് വേലയിറക്കം എന്നിവ നടക്കും. വൈകിട്ട് വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ പൂരങ്ങൾ ഗജവീരന്മാരുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. ദേശങ്ങൾക്കു വേണ്ടി പേരുകെട്ട ഗജവീരന്മാർ അണിനിരക്കും. തൂതപ്പുഴയ്ക്ക് കുറുകെ എളാട് മപ്പാട്ടുകര പാലം വിഷയവുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി യോഗം ചേർന്നു. പാലവുമായി ബന്ധപ്പെട്ട് നടപടികളൊന്നും ആവാത്ത സാഹചര്യത്തിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ സമിതി തീരുമാനം. യോഗം MA അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏലംകുളം പഞ്ചായത്തിലെ എളാടിനെയും കുലുക്കല്ലൂർ പഞ്ചായത്തിലെ മപ്പാട്ടുകരയെയും ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്നത് ഇരു പ്രദേശത്തുകാരുടെയും പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. പാലം യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി, ഷൊർണൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ 10,000-കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടും. പാലത്തിൻ്റെ ആവശ്യമുന്നയിച്ച് ഇരുകരകളിലെയും പ്രദേശവാസികൾ 2 പതിറ്റാണ്ടായി ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ ഫലമായി മപ്പാട്ടുകര എളാട് പാലത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും സാധ്യതാ പഠനത്തിനും 50 ലക്ഷം രൂപ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തുകയും സർവേ നടത്തി ഇവിടെ പാലത്തിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും കല്ലുകൾ നാട്ടുകയും ചെയ്തിരുന്നു. 2 ഭാഗത്തും അപ്രോച്ച് റോഡുകളുമുണ്ട്. സ്ഥിതികൾ അനുയോജ്യമായിട്ടും പാലത്തിൻ്റെ നിർമ്മാണം നീണ്ടുപോകുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇരു പ്രദേശങ്ങളിലെയും MLA അടക്കമുള്ള ജനപ്രതിനിധികളെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിരുന്നു. എങ്കിലും അനുയോജ്യമായ മറുപടിയൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ഇതിനായി ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച് ഒപ്പുശേഖരണവും നടത്തുന്നുണ്ട്. ഞായറാഴ്ച കടന്നങ്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ MA അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു.
ഈ പ്രദേശത്തെ ഈ ആവശ്യകത അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളൊക്കെ, കമ്മിറ്റിപ്പെട്ട ആളുകളൊക്കെ 2 MLA-മാരെ പോയി കാണുകയും ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ സവിസ്തരം സംസാരിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിൽ സ്വാഭാവികമായും പാലക്കാട് ജില്ലയുടെ ഭാഗമാണ് പുഴ എന്നുള്ളത് കൊണ്ടും ആ പ്രദേശത്താണ് ഇതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പാലക്കാട് ജില്ലയാണെന്നുള്ളത് കൊണ്ടും നമ്മൾ പട്ടാമ്പി MLA ആയിട്ട് കൂടുതൽ നേരം സംസാരിച്ച് അത്തരം കാര്യങ്ങളുടെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ മുന്നോട്ട് പോയി ഏകദേശം എന്താ പറയാ, ഇപ്പൊ നിൽക്കുന്നത് തപ്പും ചുണ്ടിന്റെ ഇടയിൽ എന്നുള്ള പോലെയാണ്. കാരണം നടപ്പിലാക്കാൻ ഞാൻ ശരിക്കും പറയാച്ച വേറെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ഈ ടേം കഴിയുന്നതിന് മുമ്പേ ഈ പാലം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് എന്നോടല്ല പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ നേരത്തെ പലരും സൂചിപ്പിച്ച വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഒന്നും ഉണരാനുള്ള സാഹചര്യം ഇതിന്റെ തൊട്ടപ്പുറത്ത് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു പാലം എന്നുള്ള ഒരു ആശയം വന്നപ്പോൾ അപ്പോഴാണ് നമുക്ക് അതിന്റെ ഗൂഡ്സ് അല്ലെങ്കിൽ വെട്ടിത്തം മനസ്സിലാക്കിയാണ് നമ്മുടെ പാലം പോവും എന്നുള്ള തോന്നൽ വന്നതിന്റെ ഭാഗമാണ് നമ്മളെ ഉണരാനും ഇതുണ്ടായിരുന്നു. നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ വെള്ളത്ത് ഇവരൊക്കെ അതിന്റെ പിന്നാലെ, എനിക്കറിയാം എത്രയോ കാലങ്ങളായി അതിന്റെ പിന്നാലെ ഈ ആവശ്യമായിട്ട് നടക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അതിന്റെ ആവശ്യകതയെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഈ പാലത്തിന്റെ പ്രത്യേകതയും ഈ പ്രദേശത്തിന്റെ വികസനങ്ങളെ കുറിച്ചൊന്നും സുദീർഘമായി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പൊ വളരെ നമുക്കത് വേഗം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രാജഗോപാലൻ PK, രാജൻ പൂതനായിൽ, ഗിരിജാദേവി ടീച്ചർ, സുരേഷ് മഠത്തിൽ, രാജേഷ് ചെമ്പത്ത് തുടങ്ങിയവരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിന്റെ 2ാം റീച്ച് ടെൻഡർ ക്ഷണിച്ചു. മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള ഭാഗമാണ് 2ാം റീച്ചിൽ ഉൾപ്പെടുന്നത്. ഉടനടി പ്രവൃത്തി ആരംഭിക്കുമെന്ന ഉറപ്പ് കിഫ്ബി അധികൃതരിൽ നിന്ന് ലഭിച്ചതായി K. പ്രേംകുമാർ MLA അറിയിച്ചു. ശ്രീകൃഷ്ണപുരം മുതൽ പൂവത്താണി വരെയുള്ള റോഡിന് 17.22 കോടി രൂപ അടങ്കൽ തുക കണക്കാക്കി BM&BC നിലവാരത്തിൽ നവീകരണത്തിനായാണ് വർക്ക് ടെൻഡറുകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്കണ്ണി വരെയുള്ള ഭാഗത്തിന്റെ നവീകരണം പൂർത്തിയായി. മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 1-ാം തീയതി തിരുവനന്തപുരം കിഫ്ബി ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിൽ പ്രസ്തുത റോഡിന്റെ 2ാം റീച്ച് സംബന്ധിച്ച് ധാരണയായിരുന്നു. ടെൻഡർ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് ഉടനടി പ്രവൃത്തി ആരംഭിക്കുമെന്ന് കിഫ്ബി അധികൃതരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി K. പ്രേംകുമാർ MLA അറിയിച്ചു. മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് നവീകരണം വൈകുന്നതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വേനൽ ചൂട് കനത്തതോടെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് എളാട് മപ്പാട്ടുകര ചെക്ക് ഡാം. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരേകുന്ന വശ്യമനോഹാരിത ആസ്വദിക്കാൻ നിരവധി പേരാണ് ദിവസേന ഇവിടെ എത്തുന്നത്. മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ സംസ്കാരങ്ങളെ തലോടി ഒഴുകുന്ന കുന്തിപ്പുഴയ്ക്ക് കുറുകെയാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ എളാടിനെയും കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മപ്പാട്ടുകരയെയും ബന്ധിപ്പിച്ച് ഈ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏതു വേനലിലും നിറഞ്ഞു നിൽക്കുന്ന ചെക്ക് ഡാം സന്ദർശകരുടെ മനസ്സു നിറയ്ക്കുന്ന അനുഭൂതിയാണ് നൽകുന്നത്. അകലെ തല ഉയർത്തി നിൽക്കുന്ന നരിമടക്കുന്നിൻ്റെ ഗാംഭീര്യവും ഇരുകരകളിലെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും ഈ പ്രദേശത്തിന് കൂടുതൽ ഭംഗിയേകുന്നു. വേനൽ ചൂട് കടുത്തതോടെ സായാഹ്നങ്ങൾ ചിലവിടാൻ നൂറുകണക്കിന് സന്ദർശകരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പ്രായഭേദമന്യേ ഇവിടെ എത്തുന്നവർ നിരവധിയാണ്. നിറഞ്ഞു നിൽക്കുന്ന ചെക്ക് ഡാമിൽ കുളിക്കാനും നീന്തി തുടിക്കാനും എത്തുന്ന യുവാക്കളാണ് അധികവും. അവധി ദിവസങ്ങളിൽ സമയം ചെലവിടാനെത്തുന്ന കുടുംബങ്ങളും നിരവധിയാണ്. സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചതോടെ ചെറുകിട കച്ചവടക്കാരും ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്.
എന്നാൽ ചെക്ക് ഡാമിൽ കുളിക്കാനും നീന്താനും ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം. പുഴയുടെ ആഴവും കയങ്ങളും അറിയാതെ നീന്താനിറങ്ങി ജീവൻ പൊലിഞ്ഞ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ചിനക്കത്തൂർ പൂരവിശേഷങ്ങൾ. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ദേശങ്ങളിലെ പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പൂരത്തിനൊപ്പം കിടം പിടിക്കുന്ന വർണ്ണവിസ്മയം തീർക്കുന്ന ബഹുനില പന്തലുകളിൽ ആയിരക്കണക്കിന് ബൾബുകൾ കോർത്തിണക്കിയുള്ള വൈദ്യുത ദീപാലങ്കാരമാണ് ആകർഷണം. ക്ഷേത്രത്തിലും ദേശങ്ങളിലും ഒരുക്കുന്ന പന്തലുകൾ പൂരത്തിന് 2 ദിവസം മുൻപ് താലപ്പൊലി നാളിൽ ദീപാലങ്കൃതമാകും. പന്തലൊരുക്കുന്നതിൽ ചിനക്കത്തൂർ തട്ടകത്തിലെ ദേശങ്ങൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം പതിവാണ്. ക്ഷേത്രത്തിനു മുന്നിലാണ് ദേവസ്വത്തിന്റെ പന്തലും ദീപാലങ്കാരവും. തിരുവില്ലാമല റോഡിൽ കുഞ്ചസ്മാരക വായനശാലയ്ക്ക് സമീപമാണ് തെക്കുമംഗലം ദേശം പന്തലൊരുക്കുന്നത്. വടക്കുമംഗലത്തിന്റെ പന്തൽ ഒരുങ്ങുന്നത് ലക്കിടി കൂട്ടുപാത കവലയിൽ. പാലപ്പുറം ദേശം ക്ഷേത്ര മൈതാനിയിലും പല്ലാർമംഗലം NSS കോളേജ് കവലയിലും പന്തലൊരുക്കുന്നു. കയറമ്പാറ കവലയിലുമാണ് മീറ്റന ദേശത്തിന്റെ പന്തൽ. ഒറ്റപ്പാല ദേശം പന്തലൊരുക്കുന്നത് NSS KPT ഹൈസ്കൂൾ മൈതാനിയിലുമാണ്. ദേശങ്ങളിലെ പന്തൽ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പന്തലുകളും കൂടുതൽ വർണ്ണാഭമാക്കാനുള്ള അവസാനവട്ട മിനുക്കുപണികളിലാണ് ദേശ കമ്മിറ്റിക്കാർ. മലബാർ ന്യൂസ്, ഒറ്റപ്പാലം. മണ്ണാർക്കാട് തട്ടകത്തിൽ പൂരാഘോഷത്തിന്റെ ആരവം തീർത്ത് അരകുർശി ഉദയർക്കുന്ന ഭഗവതി ഞായറാഴ്ച അർദ്ധരാത്രി ആറാട്ടിനെഴുന്നള്ളിയതോടെ മണ്ണാർക്കാട് പൂരം തുടങ്ങി. ആയിരങ്ങളാണ് ഭഗവതിയുടെ ആറാട്ടെഴുന്നള്ളത്തിന് സാക്ഷികളാകാൻ എത്തിയത്. ഭഗവതിയുടെ തിടമ്പേറ്റിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ക്ഷേത്രഗോപുരത്തിൽ നിന്ന് പുറത്തെത്തിയതോടെ ആയിരങ്ങൾ ആർത്തുവിളിച്ചു. തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തിനിടയിലൂടെ ഉറഞ്ഞുതുള്ളിയ കോമരങ്ങൾ തീർത്ത വഴിയിലൂടെ ഭഗവതി ആറാട്ടിനെഴുന്നള്ളി. ഇതോടെ തട്ടകത്തിൽ പൂരം പിറന്നു. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി താന്ത്രിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇനി 7 നാൾ മണ്ണാർക്കാടിന് ആഘോഷമാണ്. പഴമയുടെ പ്രൗഢിയും പുതുമയുടെ പൊലിമയും നിറം പകരുന്ന പൂരത്തിൽ 10,000ങ്ങളാണ് പങ്കാളികളാകുക. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും നെഞ്ചിലേറ്റുന്ന ഉത്സവമാണ് മണ്ണാർക്കാട് പൂരം. പൂരാഘോഷ നാളുകളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭഗവതി ആറാട്ടിനെഴുന്നള്ളും. മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വാദ്യപ്രവീണ പുരസ്കാരം സമർപ്പിച്ചു. ഇലത്താളം കലാകാരൻ പാഞ്ഞാൾ വേലിക്കുട്ടിക്ക് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുള്ള ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമാകാനായത് പുണ്യമായാണ് കരുതുന്നതെന്ന് മിനി ആന്റണി പറഞ്ഞു. ഒരു സിനിമ തിയേറ്ററിൽ ഇരുന്ന് ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും സുന്ദരന്മാരായ നടന്മാരിൽ ഒരാൾ ഈ കമലഹാസൻ ഗന്ധർവ ശബ്ദത്തിൽ ഭാസ്കരൻ മാസ്റ്ററുടെ വരികളിൽ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ എന്നെ പാടി കൊതിപ്പിച്ച ഒരു ഉത്സവത്തിന്റെ വേദിയിലാണ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതിഥിയായി. സ്വപ്നതുല്യമായ ഒരവസ്ഥ തന്നെയാണത്. അന്ന് കുപ്പിവട വാങ്ങാം, ചിപ്പിവട വാങ്ങാം, സിന്ദൂരക്കട കാണാം, ഒപ്പം കുന്നിപ്പുഴയിലെ കാറ്റിനെ കുറിച്ച് പോലും സൂചനകൾ നൽകി എന്റെ ഭാവനയെ, എന്റെ ചിന്തയെ ജ്വലിപ്പിച്ച ഒരു നാടും ഉത്സവമാണ്. ചടങ്ങ് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ തന്നെ പ്രശസ്തമായ പൂരമാണ് മണ്ണാർക്കാട് പൂരം. തൃശ്ശൂർ പൂരം പോലെ പൂരങ്ങളുടെ പേരെഴുതി പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറയുന്ന പേരുള്ള ഒരു പൂരമാണ് മണ്ണാർക്കാട് പൂരം. ആ മണ്ണാർക്കാട് പൂരത്തിന്റെ ചരിത്രം പുരസ്കാരത്തോടൊപ്പം നൽകുന്ന 25,000 രൂപ ക്യാഷ് അവാർഡ് മണ്ണാർക്കാട് പൂരത്തിന്റെ നെടുനായകത്വം വഹിച്ചിരുന്ന കൊറ്റിയോട് ബാലകൃഷ്ണൻ പണിക്കരുടെ മകൻ ഡോക്ടർ AP രാധാകൃഷ്ണൻ നൽകി. പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KC സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്തി പത്ര സമർപ്പണവും പൊന്നാട അണിയിക്കലും ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി
KM ബാലചന്ദ്രൻ ഉണ്ണി നിർവഹിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. മുൻ അധ്യാപകനും കർഷകനും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനുമായ പള്ളിക്കുറുപ്പ് കാതിരുമോളയിൽ മാത്യുവിനെയും 45 വർഷം അരകുറിശി ഉദയർകുന്ന് ക്ഷേത്രത്തിൽ ജീവനക്കാരിയായ വെള്ളത്ത് സരോജിനി അമ്മ എന്നിവരെയും ആദരിച്ചു. തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൗക്കത്ത് അലി, നഗരസഭാ കൗൺസിലർ അരുൺകുമാർ പാലകുറിശി, മണ്ണാർക്കാട് DYSP TS സിനോജ്, മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി M. പുരുഷോത്തമൻ, ട്രഷറർ PK മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് പെരുമ്പാടി പോർക്കരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും നടത്തി. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രതിഷ്ഠാ ദിനത്തിൽ നടത്തിയ പൊങ്കാല സമർപ്പണത്തിൽ 100 കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. ക്ഷേത്രത്തിന് എതിർവശത്തെ ഗ്രൗണ്ടിൽ ഒരുക്കിയ പൊങ്കാല അടുപ്പിലേക്ക് മേൽശാന്തി അനീഷ് ശർമ്മ അഗ്നി പകർന്നു നൽകി. തുടർന്ന് പൊങ്കാല സമർപ്പണം നടന്നു. അടുപ്പുകളിൽ നിന്ന് തീ പടർന്ന് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കിയിരുന്നു. ഷൊർണൂർ കാരക്കാട് കരുണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 2ാമത് ഫൈവ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുൻ ഈസ്റ്റ് ബംഗാൾ താരം വിഷ്ണു TM ഉദ്ഘാടനം ചെയ്തു. വിന്നേഴ്സിനുള്ള ഭാരതിരാജ സ്പോൺസർ ചെയ്ത ട്രോഫിക്കും 15,000 രൂപ ക്യാഷ് പ്രൈസിനും റണ്ണേഴ്സിനുള്ള പന്തലൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ ട്രോഫിക്കും 7,500 രൂപ ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള 2ാമത് ഫൈവ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റാണ് നടക്കുന്നത്. 11ാം വാർഡ് കൗൺസിലർ T. സീന, ആനന്ദ് V. നായർ എന്നിവർ മുഖ്യാതിഥികളായി. ക്ലബ് പ്രസിഡന്റ് സുധീഷ് MT അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദേവേഷ് രാജ്, കൃബിൻ എന്നിവർ സംസാരിച്ചു. റോയൽസ് കിങ് പെരിങ്ങന്നൂർ ജേതാക്കളായി. SPC എങ്കക്കാട് റണ്ണേഴ്സ് ട്രോഫി കരസ്ഥമാക്കി. വിജയികൾക്ക് ആനന്ദ് V. നായർ, T. സീന എന്നിവർ ട്രോഫികൾ നൽകി. മനോജ്, ദേവേഷ്, കൃബിൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സുൽത്താൻപേട്ട രൂപതയുടെ നേതൃത്വത്തിൽ അട്ടപ്പാടി ചുരത്തിലൂടെ നടത്തുന്ന കുരിശിന്റെ വഴിയാത്ര മാർച്ച് 9 നടത്തും. സുൽത്താൻപേട്ട രൂപത മെത്രാൻ ആന്തോണി സ്വാമി പീറ്റർ അബീർ നേതൃത്വം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അട്ടപ്പാടി ചുരത്തിലൂടെ നടത്തുന്ന 18ാമത് കുരിശിന്റെ വഴിയാത്രയാണ് മാർച്ച് 9 നടത്തുന്നത്. തെങ്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് മുക്കാലി യൂദാപുര സെന്റ് ജൂഡ് ദേവാലയത്തിലേക്കാണ് യാത്ര. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന യാത്ര 2:30 മുക്കാലിയിൽ എത്തും. വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള 2000-ഓളം വിശ്വാസികൾ യാത്രയിൽ പങ്കാളികളാകും. യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് ശുദ്ധജലം, ആംബുലൻസ്, ഡോക്ടർ, നഴ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. മാർച്ച് 9-ാം തീയതി, അതായത് സെക്കൻഡ് സാറ്റർഡേ, സുൽത്താൻപേട്ട് രൂപതയുടെ നേതൃത്വത്തിൽ അട്ടപ്പാടി ചുരത്തിലൂടെയുള്ള കുരിശിൻ്റെ വഴി നടത്തുന്ന കാര്യം നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. തെങ്കര സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് മുക്കാലി സെയിൻറ്റ് ജൂഡ് ദേവാലയത്തിലേക്കാണ് കുരിശിൻ്റെ വഴി നടത്തപ്പെടുക. ഏകദേശം 14 കിലോമീറ്ററുകളുണ്ടാവും. ഈ വർഷം നമ്മൾ ഒത്തിരി പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1600-2000 പേര് അടുപ്പിച്ചുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാവർക്കും നമ്മൾ വെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ലൈൻ ബ്രേക്ക് ആകാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ നമ്മൾ ഈ പ്രാവശ്യം വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. ഏകദേശം 50-ന് മേളിൽ വാളണ്ടിയേഴ്സ് ഇതിനുവേണ്ടി സജ്ജമായിട്ടുണ്ട്. മുക്കാലി സെന്റ് ജൂഡ് ദേവാലയം വികാരി ഫാദർ ഐൻസ്റ്റീൻ, സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ സുജി ജോൺ, സെന്റ് ആന്റണീസ് ദേവാലയം വികാരി ഫാദർ വിപിൻദാസ് വരമ്പേൽ, ഫ്രാൻസിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. ജീവിതത്തിന്റെ സായാഹ്നകാലം വീട്ടിൽ ഒതുങ്ങിക്കൂടാനുള്ളതാണെന്ന പൊതുധാരണയ്ക്കൊരു തിരുത്തായി മാറി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഈ ഉല്ലാസയാത്ര. 100ഓളം വരുന്ന വയോജനങ്ങളെയാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചത്. തൃശൂർ മൃഗശാല, ഗുരുവായൂർ ആനക്കൊട്ടിൽ, ചാവക്കാട് മറൈൻ അക്വേറിയം, ചാവക്കാട് കടൽത്തീരം എന്നീ കേന്ദ്രങ്ങളിലേക്കെല്ലാം വയോജനങ്ങളെ കൊണ്ടുപോയി. ഇവർക്കായി സംഗമവും സംഘടിപ്പിച്ചു. ഈ യാത്രയിൽ പങ്കെടുത്ത വയോജനങ്ങൾക്ക് ഊർജവും ഉത്സാഹവും പകരാൻ സാധിച്ചെന്ന് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ അറിയിച്ചു.
വൈസ് പ്രസിഡന്റ് ഷീജമോൾ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK നവാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് PP, അമ്പിളി, സരോജദേവി, വസന്ത, ശാരദ മോഹൻദാസ്, സജിത TP, CP ഹംസക്കുട്ടി, ലീന ശാന്തിനി, സജിത, ICDS സൂപ്പർവൈസർ സ്വപ്ന തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. പെരിന്തൽമണ്ണ സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന സ്നേഹതീരം ഡയാലിസിസ് ആൻഡ് ഡേ കെയർ സെന്ററിന്റെ കെട്ടിടശിലാസ്ഥാപന കർമ്മവും സ്നേഹസംഗമവും നടന്നു. കെട്ടിടശിലാസ്ഥാപന കർമ്മം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. പ്രവർത്തനങ്ങൾ വളരെ നിശബ്ദമായി നിർവഹിക്കുകയും തൻ്റെ വ്യക്തിത്വം തന്നെ വളരെ സൗമ്യതയോടെ ജനങ്ങൾക്കിടയിൽ ആഴ്ന്നു നിൽക്കുന്ന പ്രിയപ്പെട്ട റഹ്മാൻ ഏലംകുളം, സ്നേഹനിധികളായ സഹപ്രവർത്തകന്മാർ, ശ്രീ ഉണ്ണികൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ശ്രീമതി അനിത പള്ളത്ത്. കഴിഞ്ഞ 13 വർഷത്തോളമായി കിടപ്പ് രോഗികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഭിന്നശേഷി സഹോദരങ്ങൾ, വയോജനങ്ങൾ, അനാഥർ എന്നിവരെ ചേർത്ത് പിടിച്ച് സ്നേഹതീരം നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. 8500 ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ നിർധനരായ രോഗികൾക്കായി ഡയാലിസിസ് സെന്റർ, ഡേ കെയർ സെന്റർ, പാലിയേറ്റീവ് സ്റ്റോർ, ഫിസിയോതെറാപ്പി സെന്റർ, കൗൺസിലിംഗ് സെന്റർ, വയോജനക്ഷേമ കേന്ദ്രം എന്നിവ പ്രധാനമായും ഉൾക്കൊള്ളുന്നുണ്ട്. പ്രസ്തുത പരിപാടിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിൽ മുഖ്യാതിഥിയായി. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ റാഷിദ് ഗസാലി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്നേഹതീരം ട്രസ്റ്റ് ചെയർമാൻ റഹ്മാൻ ഏലംകുളം പരിപാടിക്ക് നേതൃത്വം നൽകി. ഫൈസൽ എഞ്ചിനീയർ പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏലംകുളം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR മനോജ്, വാർഡ് മെമ്പർ ഗിരിജ ടീച്ചർ, ESCB പ്രസിഡന്റ് ഗോവിന്ദപ്രസാദ്, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ MA അജയ്കുമാർ, ഡോക്ടർ മുഹമ്മദ് യഹിയ, മൊയ്തുക്കുട്ടി KT, അഷ്റഫ് കീഴ്ശ്ശേരി, ഷൗക്കത്ത് അലി MK, മഹൽ ഖത്തീബ്, ഹൈദരാലി അഹ്സനി, മുസ്തഫ ഹാജി ഏളാട്, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ഡോക്ടർ മുന്താസ്, താമരത്ത് ഹംസു, ജാംജൂൺ ഡയറക്ടർ ഇൻചാർജ് നൌഷാദ്, ജനാർദ്ദനൻ മനഴി, അബൂബക്കർ തണൽ തുടങ്ങിയ മതരാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു. മലപ്പുറം ട്രോമ കെയർ പെരിന്തൽമണ്ണ യൂണിറ്റ് അംഗങ്ങളും മലപ്പുറം വളണ്ടിയർ ടീമും പെരുമ്പറമ്പ് നിവാസികളും പരിപാടി നിയന്ത്രിക്കാൻ വളണ്ടിയർമാരായി പ്രവർത്തിച്ച് രംഗത്തുണ്ടായിരുന്നു. പ്രശസ്ത ഉറുദു മഹാകവി മിർസ ഗാലിബിന്റെ ചരമദിനവും ദേശീയ ഉറുദു ദിനവും ആചരിച്ചു. കേരള റിട്ടയർഡ് ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെയും അലിഗർ യൂണിവേഴ്സിറ്റി മലപ്പുറം കേന്ദ്രം വിദ്യാർത്ഥികളുടെയും ആമുഖത്തിലാണ് പരിപാടി നടന്നത്. ഉറുദു കവി മിർസ ഗാലിബിന്റെ ചരമദിനവും ദേശീയ ഉറുദു ദിനാചരണവും പെരിന്തൽമണ്ണ ചോലമലയിലെ അലിഗഡ് ക്യാമ്പസിലാണ് നടന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള റിട്ടയർഡ് ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ K അബ്ദുൽ അസീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അലിഗഡ് കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് പ്രൊഫസർ ഹയാത്ത് പാഷ മീർഷ കവി ഗാലിബിനെ അനുസ്മരിച്ചു. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, ഇസ്മായിൽ മാടാല, KS അബ്ബാസ്, മുഹമ്മദ് കല്ലിങ്ങൽ, ഹമീദ് വളപുരം, ഇബ്രാഹിം, മൂസ തുടങ്ങിയവർ ഗാലിബ് അനുസ്മരണ സെമിനാറിൽ പ്രസംഗിച്ചു. B.Ed വിദ്യാർത്ഥികളുടെ കവിയരങ്ങും ഉണ്ടായി. മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ മലപ്പുറം ജില്ലയിലെ പ്രഥമ ബ്രാഞ്ച് പെരിന്തൽമണ്ണയിൽ 21 രാവിലെ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം ആരംഭിക്കുന്നു. UGS ഗ്രൂപ്പിന്റെ 12ാമത് ശാഖ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചുരുങ്ങിയ കാലയളവിൽ ലളിതവും സുതാര്യവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാരന്റെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും കൈത്താങ്ങായാണ് UGS പ്രവർത്തിക്കുന്നത്. മലപ്പുറം ജില്ലയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ശാഖ ആരംഭിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. 3 വർഷത്തോളമായി പാലക്കാട് ജില്ലയിൽ 10ഓളം ബ്രാഞ്ചുകളുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. പാലക്കാട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ
ഞങ്ങളെ സ്വീകരിച്ച പാലക്കാട്ട് നിന്നും ഞങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മലപ്പുറം ജില്ലയുടെ ഒരു മുഖം അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയാണ്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ ഈ വരുന്ന ഫെബ്രുവരി 21-ാം തീയതി കാലത്ത് 10 മണിക്ക് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പതിവ് പോലെ 1 മാസം ഡെപ്പോസിറ്റ് ചെയ്യുന്ന നിക്ഷേപകർക്ക് അഡ്വാൻസ് പലിശ നൽകും. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പൂരാഘോഷങ്ങൾക്ക് ആശംസകൾ നേരുന്നതായും അജിത്ത് പറഞ്ഞു. നമുക്കറിയാം, മണ്ണാർക്കാട് ഉത്സവത്തിലെ ഇന്നലെ പൂരം പുറപ്പാട് കഴിഞ്ഞു. മണ്ണാർക്കാടിൻ്റെ നഗരങ്ങളും ഇനി ഉത്സവ ലഹരിയിലേക്കും കടന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാ പൂരപ്രേമികൾക്കും അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പൂരാശംസകൾ നൽകുന്നു. ഡയറക്ടർ അഭിലാഷ് പാലാട്ട്, PRO ശ്യാം, ഓപ്പറേഷൻ മാനേജർ ഷബീർ അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാടിന്റെ വസ്ത്രസങ്കല്പത്തിൽ പുതിയ വസന്തവുമായി വസന്തം വെഡ്ഡിംഗ് കാസിൽ ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങും. മണ്ണാർക്കാട് KTM സ്കൂളിന് എതിർവശത്ത് 40,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥാപനം രാവിലെ 10 മണിക്ക് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വസന്തം ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് ബുധനാഴ്ച നാടിന് സമർപ്പിക്കുന്നത്. അതിവിപുലമായ സെലക്ഷനും അതിശയിപ്പിക്കുന്ന വിലകുറവുമാണ് വസന്തം മുന്നോട്ട് വയ്ക്കുന്നത്. തീർത്തും വ്യത്യസ്തമായൊരു ഷോപ്പിംഗ് അനുഭവവും മാനേജ്മെന്റ് ഉറപ്പു നൽകുന്നു. ചുരിദാർ മെറ്റീരിയൽ, ടീനേജ് എത്നിക്, ഗേൾസ് കളക്ഷൻസ്, കോട്ടൺ സാരി വേൾഡ്, പർദ്ദസൂക്ക്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഹിസ് എംപയർ, ബോയ്സ് കളക്ഷൻസ്, വെള്ള വസ്ത്രങ്ങൾക്കു മാത്രമായി വൈറ്റ് ഹൗസ്, ന്യൂബോൺ ഡ്രസ്സുകൾ, ഹജ്ജ്, ഉംറ വസ്ത്രങ്ങൾ, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമായി പ്രത്യേക വിഭാഗം എന്നിങ്ങനെ വൈവിധ്യങ്ങളുടെ കലവറയാണ് വസന്തം ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ബാരി പറഞ്ഞു. പുതിയൊരു വസന്തം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോണത്. പുതിയ വസന്തം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പഴയ വസന്തം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇവിടെ പുതിയൊരു സംഭവമായിട്ട് ഒരു KTM സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പുതിയ സംഭവമായിട്ടാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, മാക്സിമം നമ്മൾ വിലക്കുറവോട് കൂടിയിട്ട് നല്ല സാധനം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 10-25 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടാവുകൊണ്ട് നമുക്ക് എവിടെ പോയി പർച്ചേസ് ചെയ്യണം, ജനങ്ങൾക്ക് ഇത് എങ്ങനെ എത്തിക്കുക എന്നുള്ളതുണ്ട്. പിന്നെ മാർക്കറ്റിൽ വേറെ എന്താണെന്ന് വെച്ചാൽ, കൊറോണ കഴിഞ്ഞതിൻ്റെ ശേഷം മാർക്കറ്റ് എല്ലാതും കുറച്ച് പുറകിലേക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ അബ്ബായി വരാനും കാര്യങ്ങളെന്ന് വെച്ചാൽ വിജയിപ്പിച്ച് കൊണ്ടുവരാനും ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ പർച്ചേസർമാർ നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും മാക്സിമം സാധനങ്ങൾ കൊണ്ടിട്ട് സെറ്റ്. മാസം 21-ാം തീയതി ബുധനാഴ്ച ഒരു ഓപ്പണിങ് വെച്ചിട്ടുള്ളത് ഹമീദ് അലി തങ്ങളാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രമുഖ ആൾക്കാരെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് കത്തോട്ട് നമ്മൾ ഏകദേശം നമ്മുടെ വണ്ടി ഒരു 5 ഇന്നോവ കാറ് നമ്മൾ ഇറങ്ങിയിരുന്നു എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. കത്ത് എല്ലാവരും വീട്ടിലെത്തിച്ച് ഇനി ആർക്കെങ്കിലും കത്ത് എത്താതെ ഉണ്ടാവും, കൂപ്പൺ എത്താണ്ട് ഇവിടെ വന്നാൽ നമ്മൾ ഇതൊരു ക്ഷണനായി സ്വീകരിച്ച് എല്ലാവർക്കും വരണം എന്നുള്ളതും. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേകമായി വസന്തം ബ്രൈഡൽസ് അഫെയർ, വസന്തം ബ്രൈഡൽ ബോട്ടിക്, ലോകോത്തര ബ്രാൻഡുകളുടെ ഇന്നർവെയറുകൾക്കായി ഹെർസോൺ ഉൾപ്പെടെ പുതിയ വസന്തത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഫാൻസി ആൻഡ് ഫുഡ്വെയർ, ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ്, പെർഫ്യൂംസ് തുടങ്ങിയവയും സജ്ജമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് സ്പോട്ട് നറുക്കെടുപ്പിലൂടെ 1.5 ലക്ഷം രൂപ സമ്മാനമായി നൽകും. ഇതിന്റെ പ്രധാനമായിട്ടുള്ള വെച്ചാൽ നമ്മുടെ ഈ നറുക്കെടുപ്പില്ലേ, ഈ നറുക്കെടുപ്പ് എന്ന് പറയുന്ന സംഭവം സ്പോട്ട് നറുക്കെടുപ്പാണ്. നമ്മുടെ ഈ കൂപ്പൺ പൂരിപ്പിച്ചിട്ട് ഇവിടെ ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ഭാഗത്തിൽ ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും നറുക്കെടുക്കുന്ന ആളുകൾക്ക് സ്പോട്ടായിട്ട് നമ്മൾ 1.5 ലക്ഷം റുപ്യ കൊടുക്കുന്നു. അതിൽ 1 ലാക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസ് 10,000 വെച്ചിട്ടും നമ്മൾ 5 പേർക്ക് കൊടുക്കുന്നതാണ്. അബ്ദുൽ ബാരി, മുസ്തഫ, റസാഖ്, സലീം, അനസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒപ്പം താമസിച്ചിരുന്ന ആളെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 46-കാരിക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും. ആലപ്പുഴ സ്വദേശിനി ഇന്ദിരാമ്മയ്ക്കാണ് ഒറ്റപ്പാലം അഡീഷണൽ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത്. ബൈക്ക് യാത്രികനെ കാർ കൊണ്ടിടിച്ച് 6 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ പ്രതികളെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. മുഖ്യ സൂത്രധാരനടക്കം 6 പ്രതികളാണ് പിടിയിലായത്. അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച മലപ്പുറം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. അങ്ങാടിപ്പുറം, നിലമ്പൂർ, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കുക.
ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ദേശങ്ങളിലെ പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 24-നാണ് പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം. ഭക്തി നിർഭരമായി കാട്ടുകുളം പരിയാനംപറ്റ ക്ഷേത്രത്തിലെ വലിയ ആറാട്ട്. പ്രസിദ്ധമായ പൂരം ചൊവ്വാഴ്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.